നമസ്കാരം. ഈ സ്ക്രീനിൽ കാണുന്ന പെൺകുട്ടിയെ നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. കുംഭമേളയിലെ വൈറൽ താരം, കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നിങ്ങനെ വിശേഷിപ്പിച്ച വൈറൽ താരമായിട്ടുള്ള മൊണാലിസ ബോൺസ്ലെ. കേരളത്തിന് ഈ കുട്ടിയെ പരിചയമാകുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് കോഴിക്കോട് എത്തിയപ്പോഴാണ്. അന്നാണ് പലരും ഈ പെൺകുട്ടിയെക്കുറിച്ച് അറിയുന്നത്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ വൈറലായ ഈ താരത്തിനെ തേടിയെത്തിയത് നിരവധി സൗഭാഗ്യങ്ങളാണ്. നിരവധി ഉദ്ഘാടന ചടങ്ങുകൾക്കും അതുപോലെ തന്നെ സിനിമയിലുമൊക്കെ മൊണാലിസയ്ക്ക് ഓഫർ ലഭിക്കുകയുണ്ടായി. പിന്നീട് ഡയറക്ടറായിരുന്ന സനോജ് മിശ്ര മൊണാലിസയെ വന്ന് കാണുന്നു. മൊണാലിസയെ പുതിയ തൻ്റെ സിനിമയിലേക്ക് നായികയായി എടുക്കാമെന്ന് പറയുന്നു, വാഗ്ദാനം കൊടുക്കുന്നു. ചെമ്മണ്ണൂരിലെ ഉദ്ഘാടനത്തിന് കേരളത്തിലേക്ക് വരുമ്പോഴും മൊണാലിസയുടെ കൂടെ ഈ ഡയറക്ടർ സനോജ് മിശ്രയുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് സനോജ് മിശ്രയ്ക്കെതിരെ. സനോജ് മിശ്രയുടെ കൂടെ വർക്ക് ചെയ്ത നിരവധി പേര് ഇയാളെ മോശമായിട്ട് പറയുകയുണ്ടായി. വളരെ മോശമായ വ്യക്തിയാണ്, നിരവധി പെൺകുട്ടികൾ ഇയാളുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ട്, മൊണാലിസയെ ഇയാൾ ചതിക്കുമെന്ന് നിരവധി പേർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഈ സമയങ്ങളിൽ മൊണാലിസ ഇയാളെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. अभी मैं मध्य प्रदेश में हूँ और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ. आप जैसा सोच रहे हो सब कुछ भी नहीं है. और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है. देखो मेरी बहन है, मेरे बड़े पापा है. ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर. बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं. सनोज मिश्रा सर बहुत अच्छा है, मुझे बेटी की तरह मान. ഇതിൽ മൊണാലിസ പറയുന്നത് സനോജ് മിശ്ര എന്ന് പറയുന്ന ഡയറക്ടർ വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം എന്നെ മകളെ പോലെയാണ് കാണുന്നത് എന്നൊക്കെയാണ്. എന്നാൽ പിന്നീട് സനോജ് മിശ്രയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. അദ്ദേഹം നിരവധി പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ സനോജ് മിശ്രയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ശേഷം പെൺകുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാമെന്ന വാഗ്ദാനം നൽകുന്നു. പതുക്കെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. വാർത്തയിലേക്ക് കടക്കാം. और जो बाकी जो उनके ऊपर जो आरोप लगे उनको हमको कोई उससे नॉलेज नहीं है. आगे जमाने पहले चक्कर में उनको क्या होगा, कैसा क्या है. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത പെൺകുട്ടിയാണ് മൊണാലിസ. അതുകൊണ്ട് തന്നെ ആക്ടിങ്ങിനെ കുറിച്ച് വിദ്യാഭ്യാസം നൽകാമെന്നും എങ്ങനെ അഭിനയിക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാസ് നൽകാമെന്നും പറഞ്ഞിട്ടാണ് മൊണാലിസയെ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടി അവരെ തിയേറ്ററിൽ ചേർത്തുകയും പിന്നീട് ചില അക്ഷരങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മൊണാലിസൻ്റെ ഫാദറും മറ്റുള്ള ബന്ധുക്കളും പറയുന്നത്. ഈ ഒരു ഡയറക്ടറാണ് എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു ബന്ധവും ഇയാളുമായിട്ട് ഞങ്ങൾക്കില്ല എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെയാണ് ഇയാൾ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും വിവാഹം കഴിക്കാമെന്നും ഒക്കെ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് നിരവധി പെൺകുട്ടികളെ ഇയാൾ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇര തന്നെ നേരിട്ട് വന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം സനോജ് മിശ്രയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്നത്. കുംഭമേളയിൽ വൈറൽ താരമായ മൊണാലിസ ബോൺസ്ലെ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നിരവധി സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. പിന്നീട് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന സൗഭാഗ്യങ്ങളിൽ ആ കുട്ടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അതിലേക്ക് വന്ന ആ കഴുകൻ കണ്ണുകളാണെന്ന് ആ കുട്ടി മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. എല്ലാം കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻസും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു.